CBSE കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്നാൽ മറ്റു സബ്ജക്റ്റുകൾ എടുക്കുന്ന കുട്ടികൾക്കും ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്താണ്? സ്റ്റഡി സ്ട്രാറ്റജി എന്താണ്? ഏത് രീതിയിലാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്? CBSEയിൽ നിങ്ങൾ ബുക്കുകൾ നോക്കുകയാണെങ്കിൽ പല പബ്ലിഷേഴ്സിൻ്റെ ബുക്കുകൾ കാണാൻ പറ്റും. ഗൈഡ് ആണെങ്കിലും പല പബ്ലിഷേഴ്സിനെ കാണാൻ പറ്റും. വീഡിയോ ചാനലുകൾ, ഇപ്പം ഗൂഗിൾ ഇറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് കാര്യത്തിൽ നമ്മൾ ഗൂഗിളിനെ ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കുമ്പോൾ നിരവധി ചാനലുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറ്റും മലയാളത്തിലും ഒക്കെ വരും. അതിൽ ഏത് ഫോളോ ചെയ്യണമെന്ന് സംശയം തോന്നും. അതുപോലെ തന്നെ മറ്റ് എഡ്യൂക്കേഷണൽ വെബ്സൈറ്റുകളുണ്ട്, ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്. ഇതെല്ലാം നമ്മളെ കൺഫ്യൂസ് ചെയ്യും, നമ്മൾ ഏതിനകത്താണ് പോകേണ്ടത്. നമുക്ക് എല്ലാ കാര്യങ്ങളിലും കൂടെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഒരു സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾ പ്ലാൻ ചെയ്യണം. എങ്ങനെയാണ് എൻ്റെ പ്ലാൻ എങ്ങനെയാണ്, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അതിനകത്ത് കാണും, നിങ്ങളുടെ ഹോംവർക്ക് അതിനകത്ത് ചെയ്യാം, പ്രൊജക്റ്റുകൾ ചെയ്യാം, എല്ലാം ആൻസർ റെഡിമെയ്ഡ് ലഭ്യമാണ്. പക്ഷേ നിങ്ങളുടെ എഫേർട്ട് എന്താണ് അതിനകത്ത്? നിങ്ങൾ സ്വയം ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? ഇപ്പോൾ അക്കൗണ്ടൻസിയുടെ ഓരോ ഭാഗങ്ങളും വരുമ്പോഴും ആ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോപ്പി കണ്ടൻസ് നിങ്ങളെ പരീക്ഷയ്ക്ക് സഹായിക്കത്തില്ല. ഒരുപക്ഷെ താൽക്കാലികമായിട്ട് ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാം, പ്രൊജക്റ്റ് ചെയ്യാം, പക്ഷേ റിയലായിട്ട് എക്സാമിനേഷൻ നിങ്ങളെ സഹായിക്കത്തില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ ഫർദർ സ്റ്റഡീസിന് ഗ്രാജുവേഷന് പോകുമ്പോഴും PG പോകുമ്പോഴും നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ +2 അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. യൂട്യൂബ് ചാനൽ മറ്റെല്ലാം തന്നെ നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന രസമാണ്, ക്ലാസ്സിലാണെങ്കിലും നമ്മൾ കേട്ടിരിക്കും, ട്യൂഷന് പോയാലും കേട്ടിരിക്കും. പക്ഷേ ഈ കേട്ടതനുസരിച്ച് നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി, അതിന് വേണ്ട എക്സാമ്പിളുകൾ എത്രമാത്രം ചെയ്യുന്നുണ്ടോ, ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ടോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോകണം, തയ്യാറാവും. അത് മിക്ക കുട്ടികളും ചെയ്യുന്നില്ല. അവസാനം പരീക്ഷ എടുക്കുന്ന സമയത്ത് ആകെ കൺഫ്യൂഷനാവും, ഏതാ നോക്കേണ്ടത്, എങ്ങനെ നോക്കണം, ആകെപ്പാടെ ടെൻഷനാവും. അതുകൊണ്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. സ്കൂളിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് നിങ്ങളുടെ ബേസ് ആക്കുക. NCERT നിഷ്കർഷിച്ചിരിക്കുന്ന ബുക്ക് അതിന് ചേർത്ത് ഉപയോഗിക്കാനായിട്ട് ഒരുക്കുക. ക്ലാസ്സിൽ സാറ് പഠിപ്പിക്കുന്നത് ഫോളോ ചെയ്യുക. ട്യൂഷൻ സാറ് പോകുന്നുണ്ടെങ്കിൽ അതിനെ ആഡ് ഓൺ ആയിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സിലബസ് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കണം. CBSE വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് സിലബസ് കൃത്യമായിട്ട് കിട്ടും. അത് കൃത്യമായിട്ട് പ്രിന്റ് എടുക്കണം. കാരണം ഓരോ വർഷവും CBSE ചില സബ്ജക്റ്റുകൾ ആഡ് ചെയ്യും, ചിലത് ഡിലീറ്റ് ചെയ്യും. പ്രിന്റ് ചെയ്ത് കഴിച്ച് ഓരോ കോൺസെപ്റ്റും ക്ലിയർ ആകുമ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ പോകുക. പിന്നീട് എക്സാമിനേഷന് മുൻപ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ CBSE പബ്ലിഷ് ചെയ്യും, അത് പ്രിന്റ് ചെയ്ത് വെച്ച ശേഷം അതിനെ ഫോളോ അപ്പ് ചെയ്യുക. ഇങ്ങനെ വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ അധികം ടെൻഷൻ ഒന്നും ബുദ്ധിമുട്ടും കൂടാതെ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. എക്കണോമിക്സിനും ബിസിനസ് സ്റ്റഡീസിനും പ്രത്യേകമായിട്ട് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് കിട്ടിയാൽ അതിന് ഒരു 30 വേർഡും 50 വേർഡും ആക്കത്തക്കവണ്ണം നിങ്ങൾ എഴുതാനുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവണം. എസ്പെഷ്യലി എക്കണോമിക്സിന് ഗ്രാഫും ചാർട്ടും നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ബിസിനസ് സ്റ്റഡീസിന് നിങ്ങൾക്ക് ടേബിൾസ് ഉപയോഗിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം, ഇൻഫർമേഷൻസ് ഉപയോഗിക്കാം. അതൊക്കെ ഡേറ്റ ഒക്കെ ഉപയോഗിച്ച് അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കഴിയണം. അക്കൗണ്ടൻസിയിൽ ഓരോ കോൺസെപ്റ്റിനും ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങളുടെ എഫേർട്ട്, ഞാൻ വീണ്ടും എഫേർട്ട് എടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മെച്ചപ്പെട്ട മാർക്ക് വാങ്ങാൻ സാധിക്കും. അതോടൊപ്പം കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആകുന്നതിനോട് നിങ്ങളുടെ ഫർദർ സ്റ്റഡീസ് നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ, അതുപോലെ എൻട്രൻസ് എഴുതുന്ന സമയത്തൊക്കെ നിങ്ങൾ പെർഫോം ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 12th പഠിച്ച കോൺസെപ്റ്റുകളൊന്നും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ എഴുതുന്ന സമയത്ത് വേണ്ട വിധത്തിലുള്ള പെർഫോമൻസ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. താങ്ക് യു.